വാർത്താ സമ്മേളനത്തിലെ ഈ ബാബറി മസ്ജിദിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നല്ലോ സമയത്ത് കൃത്യം ഇലക്ഷൻ എടുത്ത മുൻപ് അതിന്റെ ഉദ്ദേശത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, സന്ദീപ് വാര്യറിലെ CPM-ലേക്ക് മുഴുവൻ നേതാക്കളും സ്വാഗതം ചെയ്തു. സന്ദീപ് വാര്യർ CPM ചേർന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ബാബറി മസ്ജിദൊന്നും കുഴപ്പമില്ല അല്ലേ? എല്ലാ നേതാക്കന്മാരും ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ് പറഞ്ഞത്. സന്ദീപ് വാര്യറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഒരാളല്ല, മന്ത്രി, മുൻമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, എല്ലാവരും. ആ ആൾ അങ്ങോട്ട് പോയില്ല, കോൺഗ്രസിൽ ചേർന്നു. അപ്പൊ എങ്ങനെയാ മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് ഉണ്ടായത്? CPM ചേർന്നിരുന്നെങ്കിലോ? CPM-ലേക്ക് സ്വാഗതം ചെയ്തില്ലേ? ഇതാണ് നാണം കെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. നാണം കെട്ട രാഷ്ട്രീയം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വിടുവായുത്തങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ് നേരം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാറ്റി പറയാ. ഇത് രണ്ടു ആളുകൾ കാണുന്നുണ്ട്, ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ പരിഹാസ്യരാവുകയാണ്. ഈ മുഖ്യമന്ത്രി ഇന്ന് അത് പറഞ്ഞതോടുകൂടി അദ്ദേഹം പരിഹാസ്യനായി ജനങ്ങളുടെ മുമ്പിൽ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആ മനോരമ ചാനലിലാണ് ആ വിഷയം വന്നു എന്ന് പറയുന്നത്. ആ മനോരമ ചാനലിൽ ആ സമയത്ത് ആങ്കർ ആയിരുന്ന ശ്രീ അയ്യപ്പദാസ് ഇന്നലെ തന്നെ ക്ലിയറായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, അത് സ്വരാജ് പറഞ്ഞതാണ്. സ്വരാജ് പറഞ്ഞ ഒരു കാര്യം ഏറ്റ് സന്ദീപ് വാര്യർ പറഞ്ഞതാണ്. അത് മാത്രം കട്ട് ചെയ്ത് CPM പ്രചരിപ്പിച്ചതാണ് എന്ന് മനോരമ ന്യൂസിലെ ആങ്കർ, ഈ സംഭവം നടന്ന ദിവസത്തെ ആങ്കർ അയ്യപ്പദാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഞാൻ സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഇത്രയും നാൾ നിന്നപ്പോൾ, ഒരു പാർട്ടിയിൽ നിന്നപ്പോൾ ആ പാർട്ടിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ നയങ്ങൾ കാർക്കശ്യം നിറഞ്ഞ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് ശരിയല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിന്റെ ഐഡിയോളജിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതൊന്നും, ഈ ചോദ്യം പത്മജ വേണുഗോപാലോടും അനിൽ ആന്റണിയോടും ചോദിച്ചില്ലല്ലോ. കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് അവർ BJP രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ നിങ്ങളെല്ലാം അതിനെ ഭയങ്കരമായി പുകഴ്ത്തുകയും ആദരിക്കുകയും വലിയ സംഭവമല്ലേ ചെയ്തത്. ഈ ചോദ്യം അന്ന് അങ്ങോട്ട് ചോദിക്കായിരുന്നല്ലോ. ഒരുപാട് നേട്ടങ്ങൾ വാങ്ങിച്ച ആളുകൾ, ഇവരൊന്നും എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതല്ലല്ലോ. മറ്റേ LDF-ന്റെ സ്ഥാനാർത്ഥി അപ്പുറത്തോട്ട് പോയതുപോലെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, BJP-യിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. പിറ്റേ ദിവസം EP ജയരാജൻ പറയുന്നത് പോലെ അവസരവാദിയായി ഇരുണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് സീറ്റിന് വേണ്ടി അപ്പുറത്തേക്ക് മറികടം ചാടിയ ആളല്ല സന്ദീപ് വാര്യർ. അൺകണ്ടീഷണലായി ഒരു ഉപാധികളും ഇല്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വന്നു. അവിടെ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ രാഷ്ട്രീയം ഇനിയില്ല, ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്, അതാണ് നല്ലത് എന്ന് തീരുമാനിച്ച ഒരാൾ വരുന്നു. അതെന്താ തെറ്റ്? അത് നിങ്ങളിത് അയാൾ CPM-ലേക്ക് പോയിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. അത് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും ഞാൻ ഒന്ന് പറയാം, ഞങ്ങളത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യമാണ്, സംസാരിച്ചു വെച്ചിരുന്ന കാര്യമാണ്. പിന്നെ ഞങ്ങൾ കുറച്ചു ദിവസം വെയിറ്റ് ചെയ്തത് ഈ സന്ദീപ് വാര്യറിന് CPM നേതാക്കന്മാരുടെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൂടി കിട്ടിയല്ലോ. അപ്പോൾ അതുകൂടി കിട്ടിയപ്പോൾ ആളെ ഞങ്ങൾ കൊണ്ടുവന്നു ഇപ്പുറത്തോട്ട്. തമാശയുടെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് അൺകണ്ടീഷണലാണ് വരവ്. പക്ഷെ ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, KPCC പ്രസിഡന്റാണ് പറഞ്ഞത്, അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല, മുമ്പിൽ തന്നെ ഉണ്ടാവും. ആലോചിക്കുമെന്ന് ഞാൻ പറയാം. അതിനെക്കുറിച്ച് ആലോചിക്കും. അല്ല, എന്തിനാ ഇങ്ങനെ സർക്കാരിനും വേണ്ടാത്ത സഹകരണ ജനാധിപത്യവും സഹകരണ ബാങ്കും ഞങ്ങൾക്ക് എന്തിനാ? 21 ബാങ്കാണ് പത്തനംതിട്ടയിൽ ഗുണ്ടകളെ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തത്, പോലീസിനെ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തത്. ആ ബാങ്കൊക്കെ ഇപ്പൊ എങ്ങനെ നടക്കണമെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക്. തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെയൊക്കെ കേരളത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളിൽ ഒന്നായിരുന്നു തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. മുൻ കേന്ദ്രമന്ത്രി വരെ ക്രിമിനലുകളെ ഉപയോഗിച്ച് തള്ളി നീക്കി, MP വരെ തള്ളി നീക്കിയിട്ട് ക്രിമിനലുകൾ വന്ന് വോട്ട് ചെയ്ത് ബാങ്ക് പിടിച്ചെടുത്തത്. അങ്ങനെ പിടിച്ചെടുത്ത ബാങ്ക് അങ്ങനെ അങ്ങ് പോകണ്ടെന്ന് ഞങ്ങൾ കൂടി തീരുമാനിച്ചാലോ? ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഞാൻ പറഞ്ഞു.
അത് കലാപാഹ്വാനത്തിനല്ല പറഞ്ഞത്. അവരന്ന് വെല്ലുവിളിച്ചിരുന്നു CPM. അപ്പൊ CPM ഞങ്ങളെ പ്രവർത്തകരെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത് KPCC പ്രസിഡന്റ്. അത് അദ്ദേഹത്തിന്റേതായ രീതിയിൽ പറഞ്ഞു. അത്രയേ ഉള്ളൂ. മുഖ്യമന്ത്രി രാവിലെ സാദിഖലി തങ്ങളെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്, നേരത്തെയുള്ള തങ്ങൾമാരൊക്കെ മകന്മാരായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് 35 ദിവസം CAA കുറിച്ച് മാത്രം പ്രസംഗിച്ച പിണറായി വിജയൻ ഇപ്പൊ CAA എന്ന് മിണ്ടുന്നില്ല. അന്ന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷത്തിന്റെ വോട്ടും കിട്ടിയില്ല, ഭൂരിപക്ഷത്തിന്റെ വോട്ടും ഒഴുകിപ്പോയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ്. ഇപ്പൊ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കൽ, സംഘപരിവാറിനെ സുഖിപ്പിക്കൽ, ഇതെല്ലാം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ്. മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് ഭയങ്കര സംഭവമാണ്, ഇടതുമുന്നണിയിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുന്നു, ഇതേ നാവുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പൊ പാണക്കാട് തങ്ങൾ മോശക്കാരനായി. കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് UDF ഇട്ടു പോകുമെന്നും വാർത്ത പ്രചരിപ്പിച്ചു CPM. അപ്പൊ പാണക്കാട് തങ്ങൾ ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? UDFൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFിലേക്ക് പോകാൻ ഒരു കാരണം പോലും ഇല്ല എന്ന ഉറച്ച നിലപാടെടുത്ത്. അതിന്റെ അസ്വസ്ഥതയാണ്. അപ്പോ പാണക്കാട് തങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷത്തെയും അതുപോലെ സംഘപരിവാർ ശക്തികളെയും സന്തോഷിപ്പിക്കാം എന്നാണ്. അതിനല്ലേ ഈ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് PR ഏജൻസിയെ കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിച്ചതും നോർത്ത് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് ഹിന്ദുവിൽ അഭിമുഖം കൊടുത്ത് കേരളത്തിനെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞതും അതിനല്ലേ പറഞ്ഞത്. അത് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയം അതാണ്. അത് എപ്പോ മാറുന്നു നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഓന്തിന്റെ നിറം മാറുന്നത് പോലെ CPMന്റെയും പിണറായി വിജയന്റെയും രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓന്തിന്റെ നിറം മാറുന്ന വേഗത്തിൽ നോക്കിയിരുന്നാൽ മതി. നാളെ എന്തായിരിക്കും പറയാൻ പോണെന്ന് അറിയില്ല. മാറി മാറി പ്രീണനമാണ്. വേറെ ആരുമില്ലാത്ത സ്ഥിതിയിലായ പാർട്ടി. ഞാനത് കണ്ടില്ല. എന്നോടൊരാൾ പറഞ്ഞു. എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞത് ഈ പെരുമാൾ ഭരണം തീരാൻ ഇനി 15 നാഴിക മാത്രമേ ഉള്ളെന്നാണ്. പെരുമാൾ എന്ന് വെച്ചാൽ ഭരണാധികാരിയാണ്. അത് പിണറായി വിജയനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, പെരുമാൾ ഭരണം അത് വലിയ ഇലക്ഷൻ നടക്കുമല്ലേ, വലിയ പോരാട്ടം നടക്കുകയല്ലേ, ആ സമയത്തല്ലേ പറയേണ്ടത്. പെരുമാൾ എന്ന് വെച്ചാൽ ഭരണാധികാരിയല്ലേ. നിങ്ങൾ ഇഷ്ടമുള്ള വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കുക. എനിക്ക് തോന്നിയ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിലേക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയാ. അത് നിങ്ങളുടെ വ്യാഖ്യാനിക്കാനുള്ള നിങ്ങളുടെ മിടുക്ക് കഴിവൊക്കെ അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കുക. എനിക്കറിയില്ല, ഞാനത് പറയേണ്ട, അതൊക്കെ KPCC പ്രസിഡന്റ് മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിലൊന്നും മറുപടി പറയില്ല. പക്ഷെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ആവേശഭരിതരാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ആവേശഭരിതരാണ്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് എന്താ ഇത്ര അസ്വസ്ഥത? മാധ്യമങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ആരോ, ഒരു വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോയ ഒരാൾ കോൺഗ്രസ് വിട്ടു വന്നപ്പോഴും നിങ്ങൾ ഇതുപോലെ കൊടുത്തില്ലേ? 1 മണിക്കൂർ അല്ല ലൈവ് കൊടുത്ത്, എന്റെ പോലും കൊടുത്തിട്ടില്ല ഇന്നേ വരെ. അതൊക്കെ അങ്ങനെയല്ലേ? അതെനിക്കറിയില്ല. അത് KPCC പ്രസിഡന്റിനോട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ നേരത്തെ, താങ്കളൊരു ചോദ്യം ചോദിച്ചല്ലോ, ഇവർ രണ്ടുപേരും ചോദിച്ചു, എങ്ങനെയാണ് കോൺഗ്രസ് ഇത് രഹസ്യമായിട്ട് സൂക്ഷിച്ചത്? ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടി വരും. പുറപ്പുറത്ത് കയറി പറഞ്ഞിട്ടല്ല ചില കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ പുറപ്പുറത്ത് കയറി എന്ന് പ്രഖ്യാപിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായ തന്ത്രജ്ഞത, അല്ലേ, സ്ട്രാറ്റജിക്കായി പെരുമാറേണ്ടി വരും. രാഷ്ട്രീയമായി ചിലപ്പോൾ കൗശലത്തോടുകൂടി പെരുമാറേണ്ടി വരും, ചിലപ്പോൾ ബുദ്ധിപൂർവമായി പെരുമാറേണ്ടി വരും. അങ്ങനെയല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടത്? അതുപോലെ പ്രവർത്തിച്ചത്രയേ ഉള്ളൂ.